ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക നിങ്ങൾക്ക്. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ ആയിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യാം എൻ്റെ കൂടെ. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാറില്ല, അപ്പോൾ പ്ലീസ് വാട്സാപ്പ് ചാറ്റ് അയക്കുക. അതല്ല വെച്ചാൽ ഇമെയിൽ ചെയ്യാം, ഓർ എൻ്റെ വെബ്സൈറ്റിൽ ചാറ്റ് ഓപ്ഷൻ ഉണ്ട്, അവിടെയും നിങ്ങൾക്ക് ചാറ്റ് അയക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് നിങ്ങളുടെ എന്താണ് മെസ്സേജസ് എന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ വെർഗോ, നിങ്ങളുടെ ഓവറോൾ എനർജി ഈ സമയത്ത് ഓവറോൾ എനർജി 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഈ നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 4 ഓഫ് സോഡ്സ് ആണ്. നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ എംപ്രസ് ആണ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ മൂൺ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 7 ഓഫ് കപ്സ്. ഇവിടെ ആക്ഷൻ എടുക്കാൻ പോണത് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ആക്ഷൻ ഏസ് ഓഫ് കപ്സ് ആണ്. ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ 6 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഈ സിറ്റുവേഷൻ്റെ ഔട്ട്കം ഈ കാർഡ് ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ ഓവറോൾ എനർജി വെർഗോ നിങ്ങളുടെ 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 8 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു വെരി ഹാർഡ് വർക്കിംഗ് എനർജിയാണ്. നിങ്ങളുടെ കരിയറിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ബിസി സമയമാണ് നിങ്ങൾക്ക് കരിയർ വൈസ്. പക്ഷേ ഈ റിലേഷൻഷിപ്പിനെ കുറച്ചും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ ഇതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാച്ചാൽ, പ്രോബ്ലംസ് ഉണ്ടാച്ചാൽ അതിനെ ശരിയാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സൈഡിൽ നിന്നാണ് ഞാൻ കാണുന്നതെല്ലാം നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കണത്. എന്ന് വെച്ചാൽ നിങ്ങളാണ് എല്ലാം ഈ പേഴ്സണെ കോൾ ചെയ്യാൻ നോക്കണത്, ഈ പേഴ്സണെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കണത്. പറഞ്ഞാൽ ആ ഇനീഷ്യേറ്റീവ് നിങ്ങളാണ് എടുക്കണത്. ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ആക്ഷൻ അവർ എടുക്കണത് കാണാനില്ല. ഓക്കെ, അവരുടെ എനർജി ആക്ച്വലി 4 ഓഫ് സോഡ്സ് ആണ്. 4 ഓഫ് സോഡ്സ് ഒരു സെപ്പറേഷൻ്റെ എനർജിയാണ്, ഒരു ആക്ഷൻ എടുക്കാത്ത പേഴ്സന്റെ എനർജിയാണ്. അവരുടെ സൈഡിൽ നിന്ന് ഞാൻ ഒരു ഇനീഷ്യേറ്റീവും ഈ സമയത്ത് ഞാൻ കാണില്ല. നിങ്ങൾ രണ്ടാളും മീറ്റ് ചെയ്തത് വർക്കിൻ്റെ ത്രൂ ആയിരിക്കും. നിങ്ങൾ സെയിം ഒരു ഓഫീസിൽ തന്നെ ആയിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു ബ്രേക്ക് ആണ് കാണുന്നത്. അവർ ഈ റിലേഷൻഷിപ്പിനാണ് ബ്രേക്ക് എടുത്തണേ, ഓരൽസ് അവർ ഹെൽത്തിൻ്റെ കാരണം ബ്രേക്ക് എടുത്തിട്ടുണ്ടാവും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അവർക്ക്. പക്ഷെ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഈ പേഴ്സന്റെ എനർജിയിൽ ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അവർ ഈ സമയത്ത് അവരും ഈ സമയത്ത് ഒരു സെപ്പറേറ്റഡ് എനർജിയിലാണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എംപ്രസ് ആണ് കറന്റ് സിറ്റുവേഷൻ. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാൻ വഴിയുണ്ട്. അതല്ലച്ചാൽ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസിയും ആവാം. ഇതെന്താണ് ഇവിടെ എംപ്രസിന്റെ എനർജി? ഈ എംപ്രസ് ഇവിടെ ആരാണ്? ക്വീൻ ഓഫ് വാൻഡ്സ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടി ആണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഈ പേഴ്സൺ മാരിഡ് ആയിരിക്കാം ആൻഡ് അതുകൊണ്ടുമാണ് ഈ സിറ്റുവേഷനിൽ കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉള്ളത്. എന്നുവെച്ചാൽ ഇവിടെ ഈ പേഴ്സന്റെ മാരേജിന്റെ കാരണം അവരുടെ ഓൾറെഡി ഒരു പാർട്ട്ണർ ഉണ്ട്, വൈഫിൽ ഹസ്ബൻഡ് ഉണ്ട്. അതിൻ്റെ കാരണം നിങ്ങൾ ഈ സിറ്റുവേഷനിൽ കുറച്ചൊരു പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ വന്നിരിക്കണു. ഇപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്.
അപ്പൊ നിങ്ങൾ ആക്ച്വലി ഷുവർ അല്ല ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, പക്ഷെ ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടോയെന്ന് നിങ്ങൾക്ക് അറിയില്ല. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ കുറെ ഒരു അൺഷുവർ അൺസ്റ്റേബിൾ എനർജിയിൽ, നിങ്ങളുടെ എനർജിയിൽ തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, നിങ്ങളുടെ ഡിസിഷൻസിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. 2 of Pentacles ആൻഡ് 10 of Swords. നിങ്ങൾ ആക്ച്വലി ഈ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല അത് അവർ മാരിഡ് ആണെന്ന്. അതല്ല വെച്ചാൽ നിങ്ങളുടെ സൈഡിലാണ് തേർഡ് പാർട്ടി വെച്ചാൽ ഞാനിവിടെ ഒരു എൻഡിങ് ആണ് കാണുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ സൈഡിലും ഞാൻ 2 ഓപ്ഷൻസ് ആണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ സൈഡിലും ആവാം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. നിങ്ങൾ മാരിഡ് ആണ്, നിങ്ങളുടെ ആരെങ്കിലും ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. പക്ഷെ ഇവിടെ ഈ സിറ്റുവേഷന്റെ കാരണം നിങ്ങളുടെ എനർജിയിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ട് ആൻഡ് നിങ്ങൾ ഷുവർ അല്ല ആരാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഉണ്ടാവാന്ന്. എനിവേ നിങ്ങൾ കുറെ ഡിസപ്പോയിന്റഡ് ആണ് ഇപ്പോൾ ഫീൽ ചെയ്യണത്, കുറെ ബിട്രേഡ് ആയി ഫീൽ ചെയ്യണു, കുറെ ഹാർട്ട് ബ്രോക്കൺ ആണ്, നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആണ്. ഇവിടെ ഒരു എൻഡിങ് ഉണ്ട്. ഈ പേഴ്സന്റെ എനർജി ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പോൾ അവർ കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്തിരിക്കണു. നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒട്ടും ഒന്നും പറയൂല്ല. പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സംസാരവും ഇല്ല, മെസ്സേജ് ഇല്ല, കോൾ ഇല്ല, ഒന്നുമില്ല. ഈ പേഴ്സൺ ആക്ച്വലി അവരും ഒരു ഡിസിഷൻ എടുക്കാനാണ് വെയിറ്റ് ചെയ്യണത്. അവർക്കും അറിയില്ല എന്താ വേണ്ടതെന്ന്. അപ്പൊ അവർ കുറച്ച് സമയം എടുക്കണു ഡിസൈഡ് ചെയ്യാൻ, തീരുമാനം എടുക്കാൻ. ഓക്കെ, പക്ഷെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് ഉണ്ട്. ഇതൊരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. അഗൈൻ ഇവരുടെ സൈഡിലായിരുന്നു തേർഡ് പാർട്ടി. ഈ പേഴ്സൺ കുറെ ഒരു അവരും പറഞ്ഞ ഒരു പ്ലെയർ എനർജിയിലാണ്. ഓക്കെ, അപ്പോൾ മൊത്തം ഞാൻ കാണുന്നത് തേർഡ് പാർട്ടി നിങ്ങളുടെ സൈഡിലും ആവാം, ഈ പേഴ്സന്റെ സൈഡിലും ആവാം. പക്ഷെ ഈ സിറ്റുവേഷൻ ഈ സമയത്ത് ഒരു സ്റ്റേബിൾ സിറ്റുവേഷൻ അല്ല. നിങ്ങളുടെ ഇന്റൻഷൻ മൂന്നാണ്. നിങ്ങൾക്ക് ആക്ച്വലി അറിയില്ല ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയെന്ന്. നിങ്ങൾക്ക് ഈ പേഴ്സണെ കുറെ ഇഷ്ടമാണ്, പക്ഷേ ഫ്യൂച്ചർ വൈസ് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ കാണുന്നില്ല ഇതിൽ. ഓക്കെ, നിങ്ങൾക്ക് ഒരു പേടിയുണ്ട് ഈ പേഴ്സൺ വേറെ ആൾക്കാരുടെ കൂടെ ഡീൽ ചെയ്യണ്ടോ, നിങ്ങളെ ചതിച്ചോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഫീലിങ്സ് റിയൽ ഫീലിങ്സ് ആണോ വെറുതെ ആണോ അവർ നിങ്ങളെ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് പറഞ്ഞ സീരിയസ് ആയിരുന്നോ വെറുതെ ചുമ്മാ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടായിരുന്നോ, അത് നിങ്ങൾക്ക് ഷുവർ അല്ല ഇപ്പോൾ. ആൻഡ് ഇവിടെ ഈ ഒരു സീക്രട്ട് പുറത്തു വരണ എനർജിയും ഉണ്ട്. അവരെന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ അതൊക്കെ പുറത്തു വരുന്നുണ്ട്. നിങ്ങളാണ് എന്തോ സീക്രട്ട് വെച്ചു വെച്ചാൽ അതും പുറത്തു വരും. ഓക്കെ, അപ്പൊ സൂക്ഷിക്കണം. ഇവിടെ എന്തോ ആദ്യം മാരേജിന് കാർഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ക്ലാരിറ്റിയാണ്. നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് അറിയണം. എന്നുവെച്ചാൽ നിങ്ങൾ ഒരു ലോങ് ടേം ഫ്യൂച്ചറാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 1 night സ്റ്റാൻഡിൽ വെച്ചാൽ കാഷ്വൽ ആയി റിലേഷൻഷിപ്സ് വേണ്ട. ഈ പേഴ്സന്റെ എനർജിയിൽ 7 of Cups ആണ് ഇന്റൻഷനിൽ. അവർ ഷുവർ അല്ല ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. അവർക്ക് വേറെ ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ഈ പ്ലെയർ എനർജി ഞാൻ പറഞ്ഞത്, അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. കൺഫ്യൂസ്ഡ് ആണ് അവരിപ്പോൾ. ആൻഡ് അവര് മാരീഡ് ആണ് ഇല്ല വെച്ചാൽ അവരുടെ ലൈഫിൽ വേറെ ആരും ഉണ്ട് വെച്ചാൽ അവര് ഡെഫിനറ്റ്ലി ആ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യാൻ നോക്കുന്നുണ്ട് ആൻഡ് തിരിച്ച് ആ റിലേഷൻഷിപ്പിൽ തന്നെ പോവാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു റീകൺസിലിയേഷൻ ആണ് കാണുന്നത്. പക്ഷെ ഈ റീകൺസിലിയേഷൻ നിങ്ങളുടെ കൂടെ അല്ല വെച്ചാൽ ആ മറ്റേ പേഴ്സന്റെ കൂടെ ആണെന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. എനിക്ക് തോന്നുന്നത് അവരുടെ പാർട്ട്ണറുടെ കൂടെ റീകൺസൈൽ ചെയ്യാനായിരിക്കും നോക്കുന്നുണ്ടാവുക. പക്ഷെ അവരുടെ സൈഡിലല്ല തേർഡ് പാർട്ടി, നിങ്ങളുടെ സൈഡിലാണ് വെച്ചാൽ മേ ബി അവർ നിങ്ങളുടെ കൂടെ റീകൺസൈൽ ചെയ്യാൻ ശ്രമിക്കും. ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ആക്ഷൻ. അപ്പം നിങ്ങൾ ഫൈനലി ഈ പേഴ്സണോട് ആദ്യം കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു ഓഫർ വരുന്നുണ്ട്. നിങ്ങളുടെ സൈഡിൽ നിന്നാണ് ഈ ഓഫർ ഉണ്ടാവാൻ പോണത്. ഈ പേഴ്സന്റെ എനർജിയിൽ 6 of Wands ആണ്. ഇതൊരു ഫെയിം പോപ്പുലാരിറ്റിയുടെ എനർജിയാണ്. അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ മാതിരി വേറെ ആൾക്കാരും ഉണ്ട്, വേറെ ഓപ്ഷൻസും ഉണ്ട് അവർക്ക്. അപ്പൊ അവരുടെ സൈഡിൽ നിന്ന് ഒരു കമ്മിറ്റ്മെന്റും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് അവർ മൂവ് ഓൺ ചെയ്യാനാണ് ശ്രമിക്കണേ. ഓക്കെ, അവര് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് വേണ്ടച്ചാൽ ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു കമ്മിറ്റിംഗ് ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല.
അവര് സിംഗിൾ ഇൻഡിപെൻഡന്റ് ആവാന്നാണ് നോക്കുന്നത്. അവർക്ക് ഇങ്ങനത്തെ ഒരു എനർജിയിൽ ഇൻവോൾവ് ആവണ്ട. അപ്പൊ അവര് സിംഗിൾ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോണത്. നിങ്ങളുടെ സൈഡിൽ ഞാൻ കുറെ ലവ് കാണാണ്ട്, ഒരു ഇമോഷണൽ ഓഫർ കാണാണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറെ സ്ട്രോങ് ഫീലിങ്സ് ഉണ്ടാവും. പക്ഷെ ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് ആ ഫീലിങ്സ് ഞാൻ കാണില്ല. അങ്ങനത്തെ ഒരു ഡീപ്പ് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കാണില്ല. അവരുടെ എനർജി കുറെ ഒരു ടെമ്പററി എനർജിയാണ്. ഔട്ട്കം ഇവിടെ ഏസ് ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ ഏസ് ഓഫ് പെന്റിക്കിൾസ് ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ്ങിന്റെ എനർജിയാണ്. പക്ഷെ ഇത് നിങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നത് ആ സ്റ്റെബിലിറ്റി. പക്ഷെ ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് ആ സ്റ്റെബിലിറ്റി ഇല്ല. സൺ ഇവിടെ ലിയോ എനർജി ആദ്യം, ആൻഡ് 5 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ കുറെ ക്ലാരിറ്റി വരുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഈ സിറ്റുവേഷൻ എങ്ങനെയാ മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ആ ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ മാസം കിട്ടും. ഓക്കെ, ഈ പേഴ്സന്റെ ബിഹേവിയർ കണ്ടിട്ടും ഈ പേഴ്സന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലാവും. വെരി ക്ലിയർ ആവും അത് ഈ പേഴ്സന്റെ മനസ്സിൽ എന്താണെന്ന്. ഇവിടെ കുറെ ഒരു അൺഹെൽതി കോമ്പറ്റീഷനും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഈ പേഴ്സന്റെ ലൈഫിലാണ് തേർഡ് പാർട്ടി അവരുടെ എക്സ് ഓരൽസ് അവരുടെ പാർട്ട്ണർ ഈ റിലേഷൻഷിപ്പിനെ സാബോട്ടാജ് ചെയ്യാനും നോക്കുന്നുണ്ടാവും. നിങ്ങളെ കുറിച്ച് ഈ പേഴ്സൺ കുറെ നെഗറ്റീവായി സംസാരിക്കുന്നുണ്ട്, അതും പുറത്തു വരാൻ പോകുന്നുണ്ട്. അപ്പോൾ സൂക്ഷിക്കണം വർഗോ. എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഈ പേഴ്സന്റെ ഇന്റൻഷൻ ശരിയല്ല. ഓക്കെ, അവരുടെ ബിഹേവിയറും ആക്ഷനൊക്കെ കാണുമ്പോൾ കുറച്ചൊരു ഡൗട്ട് ഉണ്ട് ഈ പേഴ്സന്റെ ഇന്റൻഷൻ ശരിയല്ല എന്ന്. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ലീബ്ര, സ്കോർപിയോ ഉണ്ട്, ക്യാൻസർ, പൈസീസ് ഉണ്ട്, എക്വേരിയസ്, ഏരീസ് ഉണ്ട്, ലിയോ ഉണ്ട്. അപ്പൊ ഇതാണ് മേജർ. വർഗോ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മേജർ സൈൻസ്. എന്താണ് ഈ പേഴ്സന്റെ മനസ്സിലുള്ള ഇപ്പൊ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഐ റിഗ്രറ്റ് ലൈങ് ടു യു. അപ്പൊ ഫസ്റ്റ് കാർഡ് തന്നെ അവര് പറയണത് അവർക്ക് റിഗ്രറ്റ് ഉണ്ട്. എന്തെങ്കിലും അവര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അത് നോണയാണെന്ന് ആണ് ഇവിടെ പറയണത്. അവരുടെ മെസ്സേജ് അതാണ്. ഐ എം നോട്ട് അവൈലബിൾ. ഈ കാര്യം നിങ്ങൾക്ക് അറിയണ്ടെന്നില്ല വെച്ചാൽ ഇവിടെ ഈ പേഴ്സന്റെ മെസ്സേജ് ഉണ്ട്, ഐ എം നോട്ട് അവൈലബിൾ. ഐ റീപ്ലേ ആർ കോൺവെർസേഷൻസ് ഓവർ ആൻഡ് ഓവർ. ഐ ന്യൂ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. അപ്പോൾ പറഞ്ഞ മാതിരി ഈ പേഴ്സന്റെ ഇന്റൻഷൻ ശരിയല്ല. എന്നുവെച്ചാൽ അവർക്ക് അറിയണ്ടായിരുന്നു എന്താ അവർ ചെയ്യണത് ശരിയല്ല എന്ന്. അത് അറിഞ്ഞിട്ടും അവര് ഇങ്ങനത്തെ ഒരു പറഞ്ഞ ഒരു എനർജി, ഒരു വെരി ടോക്സിക് എനർജിയാണ് ഇത്. ഓക്കെ, അപ്പോ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് വർഗോ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പേഴ്സണലായിട്ട് റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാറില്ല. അപ്പോൾ പ്ലീസ് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. മെസ്സേജിന് ഞാൻ റിപ്ലൈ ചെയ്യും. ഇമെയിലും നിങ്ങൾക്ക് അയക്കാം. ആൻഡ് എൻ്റെ വെബ്സൈറ്റിൽ പോയി അവിടെ ചാറ്റ് ബോക്സ് ഉണ്ട്, അവിടെയും നിങ്ങൾക്ക് വേണ്ട മെസ്സേജ് അയക്കാം. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.